കാസർകോട്ടെ പ്രവാസി വ്യവസായി അബ്ദുൽ ഗഫൂർ ഖാജിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളെ സംരക്ഷിക്കാൻ ആരെങ്കിലും നീക്കം നടത്തിയിരുന്നു? തുടക്കം മുതൽ ആക്ഷൻ കൗൺസിൽ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് കഴമ്പുണ്ടെന്ന് വ്യക്തമാക്കുന്ന ചില വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പ്രതികൾക്ക് പല ഉന്നതരുമായും രാഷ്ട്രീയ നേതാക്കളുമായും ബന്ധമുണ്ടെന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. പ്രതികളുടെ ആഡംബര വസതിയിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ സന്ദർശിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് ആക്ഷൻ കൗൺസിലാണ്. അറസ്റ്റ് അടക്കം വൈകിപ്പിച്ചതിൽ ഇവരൊക്കെ ഇടപെടൽ നടത്തിയെന്ന് ആരോപണം ഉയർന്നെങ്കിലും AP വിഭാഗം ഇക്കാര്യങ്ങൾ നിഷേധിക്കുന്നുണ്ട്. ഇതാണ് ആക്ഷൻ കൗൺസിൽ ആയുധമാക്കുന്ന ദൃശ്യം. അബ്ദുൽ ഹാജി കൊലക്കേസിലെ പ്രതികളായ മന്ത്രവാദിനി ജിന്നുമ്മയുടെയും ഭർത്താവ് ഉബൈസിന്റെയും ആഡംബര വസതിയിൽ കാന്തപുരം AB അബൂബക്കർ മുസ്ലിയാർ എത്തുന്നതാണ് ദൃശ്യം. പ്രതികൾക്ക് ഉന്നതരുമായി ബന്ധമുണ്ടെന്നും ഇതാണ് കേസിൽ അറസ്റ്റ് അടക്കമുള്ളവ വൈകാൻ കാരണമെന്നുമാണ് ആക്ഷൻ കമ്മിറ്റി ആരോപിക്കുന്നത്. എന്നാൽ കളനാട് പള്ളി ഉദ്ഘാടനത്തിനെത്തി മടങ്ങവേ ഹ്രസ്വ സന്ദർശനം നടത്തിയെന്നാണ് വിശദീകരണം. പ്രസ്ഥാനവുമായി സഹകരിക്കുന്ന ചിലർ ആവശ്യപ്പെട്ടത് പ്രകാരമായിരുന്നു സന്ദർശനമെന്നും പറയുന്നു. എന്നാൽ മുഖ്യപ്രതി ജിന്നുമ്മയ്ക്ക് രാഷ്ട്രീയ നേതാക്കളുമായും അടുത്ത ബന്ധമുണ്ടെന്ന് ആക്ഷൻ കമ്മിറ്റി ആരോപിക്കുന്നു. കൂളിക്കുന്നിലാണ് പ്രതികളുടെ ആഡംബര വീട്. പ്രദേശവാസിയിൽ നിന്ന് വാങ്ങി ലക്ഷങ്ങൾ മുടക്കി മോടികൂട്ടുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. പ്രതികളുടെ കസ്റ്റഡി ഇന്നലെ അവസാനിച്ചു. വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാനാണ് ക്രൈംബ്രാഞ്ചിന്റെ നീക്കം. അതേസമയം അബ്ദുൽ ഹാജിയിൽ നിന്ന് കവർന്ന 596 പവനിൽ 92 പവൻ സ്വർണം ഇതുവരെ കണ്ടെത്തിയിട്ടുണ്ട്. ചട്ടഞ്ചാലിൽ സംഘം പണയപ്പെടുത്തിയ 11 പവൻ സ്വർണം തിരികെ കിട്ടാൻ അന്വേഷണ സംഘം നോട്ടീസ് നൽകിയിട്ടുമുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്.